അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ഒരു ദൈവത്തിന്റെ വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. റോമർ ചാപ്റ്റർ 8. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരം ഇല്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മളിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ തേജസ് വിചാരിച്ചാൽ, പ്രിയമുള്ളവരെ, ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രികാലം ഏതവസ്ഥയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? നിരാശ എന്ന പിശാച് നമ്മളിൽ കടന്നുകൂടി ദുഃഖത്തിന്റെ ആഴത്തിലേക്ക് നമ്മളെ താഴ്ത്തി, ഇല്ലാത്ത രോഗങ്ങളാലും ചിന്തകളാലും ചിന്താഗതികളാലും നമ്മുടെ മാനുഷിക മണ്ഡലങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ശക്തമായി താൻ ഉറച്ചു വിശ്വസിച്ചു എന്ന് തന്റെ ഹൃദയത്തിനുള്ളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നിൽ കൂടി വെളിപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി താൻ വിളിച്ചു പറയുകയാണ്. ഞാൻ ഇന്ന് ദുഃഖിച്ചിരിക്കുന്നവനാണെങ്കിലും, ഞാൻ ഇന്ന് കഷ്ടതയിലിരിക്കുന്നവനാണെങ്കിലും, ഞാൻ ഇന്ന് ജയിലറയിൽ കിടക്കുന്നവനാണെങ്കിലും, ഇന്നെന്റെ തണുപ്പ് മാറ്റുവാൻ എനിക്ക് പുതപ്പില്ല എങ്കിലും എന്നിൽ വെളിപ്പെടുവാനുള്ള വലിയൊരു തേജസ് ഉണ്ട്. ആ തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം എനിക്ക് സാരമില്ല. ഭരണകൂടമേ, നിങ്ങൾ എനിക്കെതിരായി കുറ്റം ആരോപിച്ചാൽ, നിങ്ങൾ എന്നെ അടിച്ച് തകർക്കുവാൻ നോക്കിയാൽ, നിങ്ങൾ എന്റെ മേൽ ആരോപണങ്ങൾ തരുവാൻ നോക്കിയാൽ, എന്നിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു വലിയ തേജസ് ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ ദൈവ പൈതലിനെതിരായി പറഞ്ഞോട്ടെ, ആരൊക്കെ എന്തൊക്കെ ദൈവത്തിന്റെ പൈതലിനെതിരായി പറഞ്ഞോട്ടെ, ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഒരു തേജസ് നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുക. ഒരു തേജസ് ഇറങ്ങി വരാൻ പോകുക. അത്യന്തം ശക്തി നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുക. ഈ ശക്തി ഒന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ശക്തി ഒന്ന് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല. തേജസ് കൂടുമ്പോൾ വിചാരിക്കും, തേജസ് കൂടി തേജോമയനായ ദൈവത്തിന്റെ പ്രകാശത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത്തിരി കൂടി കഷ്ടം സഹിച്ചിരുന്നുവെങ്കിൽ അല്പം കൂടി തേജസ് കിട്ടുമായിരുന്നുവെന്ന് നമ്മൾ അന്നേരം വിചാരിക്കും. ജഡ സ്വഭാവമുള്ളവൻ ജഡത്തിൽ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ആത്മീയ കൊയ്ത്തിന് ഇറങ്ങേണ്ട ആത്മഭടന്മാരാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആ ചാരം വെച്ച് വിളിച്ചു വേർതിരിച്ചിരിക്കുക. ഈ ആത്മീയ പോർക്കളത്തിൽ ദൈവജനം നിൽക്കുമ്പോൾ ആത്മീയമായതൊന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? ആത്മീയമായതൊന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും അത്രേ. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, മറ്റാരുടെയും ഹൃദയത്തില് തോന്നാത്ത വിധത്തില്
ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ഇന്ന് ഈ ആയിരിക്കുന്ന അവസ്ഥയല്ല, ഇന്നെന്റെ ഭവനത്തിന്റെ ശൂന്യതകളല്ല, ഇന്നെന്റെ ജഡത്തിന്റെ ബലഹീനതകളല്ല. ഇതെല്ലാം വീട്ടുമാറി എന്റെ ദൈവത്തെ ഞാൻ നൃത്തം ചെയ്യുമെന്നൊന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? എന്റെ ദുഃഖം ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ദുഃഖത്തിന്റെ പിശാചിന്റെ പോരുകളെ ഞാൻ തകർത്ത് കളഞ്ഞുകൊണ്ട് ഞാൻ നൃത്തം ചെയ്ത് സന്തോഷിക്കുന്നവനായി തീരുമെന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? ആത്മീയമായി ചിന്തിക്കുമ്പോൾ ആത്മീയമായ പരിവർത്തനം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവികമായത് ചിന്തിക്കുമ്പോൾ ദൈവിക പരിവർത്തനം വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. നിരാശയുടെ കാര്യങ്ങൾ ജഡീകമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ജഡത്തിൽ നമ്മളെ ബലഹീനരാക്കിക്കൊണ്ടേയിരിക്കും. ജഡം നമ്മളെ ദുഃഖത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി നിരാശയുടെ പടുകുഴിയിലിട്ട് തകർത്ത് കളയുമ്പോൾ ആത്മീയമായി ചിന്തിക്കുന്നവര് ആത്മീയ മണ്ഡലങ്ങളിൽ അവൻ ഉയർത്തി ശൂന്യമായി കിടക്കുന്നത് വിശാലത വരുത്തുവാൻ ശക്തനായ യഹോവയുടെ വലിയ പരിവർത്തനം, ആ പരിവർത്തനത്തിന്റെ വ്യാപാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊന്നും സാരമില്ല, ഇന്നത്തെ നിന്ദതകളൊന്നും സാരമില്ല. കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചു, നമുക്ക് മുമ്പുള്ള പൂർവ്വപിതാക്കന്മാർ എന്തെല്ലാം സഹിച്ചു. ഒന്നും വേണ്ട, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി എന്തെല്ലാം സഹിച്ചു. കാമയിൽ നിന്ന് നിന്ദിക്കുന്ന അവസ്ഥയില്, വിശ്വാസത്തിൽ വന്നതുകൊണ്ട് നിന്ദിക്കപ്പെട്ട അവസ്ഥയില് മനസ്സും ശരീരവും തകർന്നിരിക്കുമ്പോൾ തകർന്നു പോകുവാനല്ല യഹോവയായ കർത്താവ് പറയുന്നത്. ഈ ആത്മീയമായത് ചിന്തിക്ക, ഒരുപാട് ഉയരുവാനുണ്ട്. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തിരമാകുന്നു. ഞൊടി നേരമേ കഷ്ടം അനുഭവിപ്പാൻ ദൈവ പൈതങ്ങൾക്ക് ദൈവം അനുവദിക്കത്തുള്ളൂ. അല്പസമയം ഞൊടി നേരത്തേക്ക് ലഘുവായ കഷ്ടം അത് അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ദൈവം മുഖാന്തരമാക്കുന്നു. പ്രിയ ദൈവജനമേ, ദൈവസന്നിധിയിൽ ഞൊടി നേരത്തേക്കുള്ള കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അവിടെ ദൈവത്തെ തള്ളിപ്പറയുന്നവരായി തീരരുത്. കഷ്ടം സഹിക്കുന്നവൻ ഭാഗ്യവാൻ. യുദ്ധത്തിൽ ഏർപ്പെടുന്നവന് വിജയമുണ്ട്. പരീക്ഷ എഴുതുന്നവന് വിജയമുണ്ട്. അധ്വാനിക്കുന്നവന് കൂലിയുണ്ട്. പ്രവർത്തിക്കുന്നവന് വിശാലതയുണ്ട്. ഓടുന്നവന് കിരീടമുണ്ട്. ഞൊടി നേരത്തെ കഷ്ടം സഹിക്കുന്നു, ഭയപ്പെടരുത്. വലിയൊരു വിടുതലിന്റെ സമയമായിരിക്കുക. ഞൊടി നേരത്തേക്ക് കഷ്ടം സഹിക്കേണ്ടി വരുന്നു. വലിയൊരു നിത്യഘനം തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദൈവ പൈതലേ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നും വേദനയിൽ ഇട്ടുകളയത്തില്ല. എന്നും നമ്മുടെ നന്മകൾ തടഞ്ഞു വയ്ക്കാനും പിശാചിനെ കഴിയത്തില്ല. എന്നും നമ്മളെ കണ്ണുനീർ ആഴ്ത്തി കളയുവാൻ പിശാചിനെ കഴിയത്തില്ല. കണ്ണുനീർ കുടിക്കുവാൻ നമ്മുടെ അപ്പൻ നമ്മളെ അനുവദിക്കത്തുമില്ല. അവൻ വലിയ വിശാലതയിലേക്ക് നമ്മളെ നടത്തും. ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ കണ്ണുനീരിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും.
കാണാത്ത കാര്യങ്ങളെ കൺമുൻപിൽ എന്ന പോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തന്റെ ജീവിതത്തിന്റെ ഏത് ആഗ്രഹത്തെയും സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഒരു ശില്പിയെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ടിരിക്കുന്ന മരമായിക്കൊള്ളട്ടെ, കല്ലായിക്കൊള്ളട്ടെ, അതിനെ തിരഞ്ഞെടുത്തിട്ട് തന്റെ ഉള്ളിൽ താൻ മനസ്സിൽ കണ്ടിരിക്കുന്ന ആ രൂപത്തെ അതിൽ കൊത്തി ഉണ്ടാക്കുന്നത് പോലെ, സൃഷ്ടി അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ, പണിക്കാരൻ ആ ശില്പി അതിനെ പണിതെടുക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങള് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? വലിയൊരു പ്രത്യാശയോട് വയ്ക്കുവാൻ കഴിയുമോ? എന്റെ ഈ ശൂന്യതകൾ മാറുന്ന ദിനമുണ്ട്, എന്റെ ഈ ഞെരുക്കങ്ങൾ മാറുന്ന ഒരു ദിനമുണ്ട്. ആർക്കും വേണ്ടാതെ കിടന്ന് പാഴ്വസ്തുവായി കിടന്ന വസ്തുവിനെ എടുത്ത് ശില്പി ശ്രേഷ്ഠമായൊരു വസ്തുവായി മെനഞ്ഞെടുത്തു എങ്കിൽ ആ സൃഷ്ടിയുടെ ഉള്ളിൽ ആ വസ്തുവിനെ കുറിച്ചുള്ള നല്ലൊരു രൂപരേഖ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഞൊടി നേരത്തെ കഷ്ടം സഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിജയിക്കേണ്ടതിനായി വലിയൊരു രൂപരേഖ നമ്മുടെ ഉള്ളിൽ ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. നമ്മൾ കുടുംബമായി, വ്യക്തികളായി, സഭയായി എപ്പോഴും സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ഉള്ളിൽ കണ്ടട്ടെ. തലമുറയുടെ വിഷയങ്ങൾ, നന്മയുടെ വിഷയങ്ങൾ, ഉയർച്ചയുടെ വിഷയങ്ങൾ, വിസയുടെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ജോലിയുടെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഞെരുക്കത്തിൽ ഇരിക്കുന്ന വിഷയമായിക്കൊള്ളട്ടെ, ദൈവം ഒരു വലിയ വിശാല തരുന്നതായിട്ട് ആ ശില്പി പാഴായി കിടന്ന ഒരു വസ്തുവിനെ പണിതെടുത്ത് ശ്രേഷ്ഠമുള്ളതായി മാറ്റുന്നത് പോലെ താനെങ്ങും വരഞ്ഞു വച്ചിട്ടല്ല ചെയ്യുന്നത്, താനെങ്ങും വരച്ചു വച്ചിട്ടല്ല ചെയ്യുന്നത്, താൻ ഫോട്ടോ വച്ചിട്ടുമല്ല ചെയ്യുന്നത്. തന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും അതിനെ കൊത്തി നല്ലൊരു രൂപമാക്കി മാറ്റുകയാണ്. ഇന്ന് രാത്രികാലം ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ കരം നീട്ടിയിരിക്കുന്നത് നമുക്കിന്ന് രാത്രികാലം ഒന്ന് കാണാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. നമുക്ക് വായിക്കാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. കൊലോസിയൻസ് ചാപ്റ്റർ 3 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആരാ വെളിപ്പെടുമ്പോൾ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രാണവായു നഷ്ടമായാൽ, കിട്ടിയില്ല എങ്കിൽ ഈ ശരീരം പിന്നെ ചലിക്കുവാൻ ഇടവരത്തില്ല. വചനം പറയുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു. അപ്പോൾ നമ്മുടെ ജീവനാ ക്രിസ്തു. സ്തോത്രം. നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. വചനം എങ്ങനെയാ പറയുന്നത്? നമ്മുടെ ജീവനായ ക്രിസ്തു, നമ്മുടെ ജീവനായ ക്രിസ്തു, നമ്മുടെ ജീവനാഡിയായ ക്രിസ്തു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ എങ്ങനെയാ? വെറുതെ വെളിപ്പെടത്തില്ല, തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടാതെ ഇപ്പോൾ മറഞ്ഞു നിന്ന് നമ്മൾ ജീവൻ തന്നുകൊണ്ടിരിക്കുക. പ്രാകൃതമായ നമ്മുടെ കണ്ണുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവൻ നമ്മുടെ കൂടെ ഉണ്ട്. ജീവൻ കൂടെയുള്ളപ്പോൾ ആ ജീവനോട് എന്ത് ചോദിച്ചാലും തരും, എന്ത് ചോദിച്ചാലും തരും. നമ്മുടെ അപ്പൻ കൂടെ ഉണ്ട്, നമ്മുടെ പ്രൊവൈഡർ കൂടെയുണ്ട്.
നമുക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്ന സപ്ലയർ കൂടെ ഉണ്ട്. ജീവൻ തരുന്നവൻ ജീവൻ ദാനമായി സൗജന്യമായി തന്നുകൊണ്ടിരിക്കുക. ജീവജലത്തിന്റെ നദിയിൽ നിന്നും പ്രാപിച്ചുകൊണ്ട് ദൈവിക വിടുതലിനായിരിക്കുന്ന ദൈവജനത്തിനാ ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ജീവന്റെ ശക്തി നമ്മുടെ പേരൊന്ന് വെളിപ്പെട്ട് വരുമ്പോ ജീവനിൽ നിന്ന് ഇപ്പൊ പ്രാപിച്ചെടുക്കുന്നു എങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാ ജഡികമായി നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയാത്തത്. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ ജീവിക്കണമെങ്കിൽ ക്രിസ്തു എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് ഓക്സിജൻ അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ ജീവിക്കണമെങ്കിൽ ദൈവമക്കളെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനുള്ളത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്തുവിന് വേണ്ടി ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ക്രിസ്തുവിന് വേണ്ടി ചിന്തിക്കുമ്പോൾ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും സാരമില്ല. ഈ കഷ്ടങ്ങൾ ഞൊടി നേരത്തേക്കാണ്. ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സഹിക്കുന്നവരെ അത്യന്തം ഘനമായ നിത്യ തേജസ് നിറയ്ക്കുന്ന ഒരു സമയം വന്നുകൊണ്ടിരിക്കുക. ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുമ്പോ നമ്മുടെ വേദനകളെല്ലാം മാറും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളിൽ, നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാത്തത് ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. ക്രിസ്തു ആകുന്ന ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. ക്രിസ്തു ആകുന്ന ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കെതിരായി അടഞ്ഞ വാതിലുകൾ തുറന്നു കിടക്കുന്നതായി കാണുവാൻ കഴിയും. മനസ്സിലായോ? ക്രിസ്തു ആകുന്ന ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് നമ്മുടെ ശരീരത്തിലെ സകല ബലഹീനതകളും മാറപ്പെടും, സകല രോഗങ്ങളും തകർക്കപ്പെടും, സകല ക്ഷീണങ്ങളും മാറ്റപ്പെടും. എന്താ? ഗ്ലൂക്കോസ് കയറ്റിയത് കൊണ്ടല്ല, വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടല്ല, ജീവന്റെ നാടി അകത്ത് കടന്നിരിക്കുക. ക്രിസ്തു ആകുന്ന ജീവന്റെ തുടുപ്പ അകത്ത് കയറിയിരിക്കുക. അതകത്ത് കയറിയപ്പോൾ നിന്റെ ബ്ലഡിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങള് വന്ന വഴി ഇറങ്ങിപ്പോയിരിക്കുക. ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ജാതി ഞരമ്പുകൾ ബലപ്പെടും. ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാകുന്നു. ഏത് ഞാടി ഞരമ്പുകളെ തുള്ളച്ച് കടക്കും വരെയും കടന്നു ചെല്ലുന്നതാ. പ്രാണനെയും അസ്ഥി മഞ്ജുകളെയും തുളച്ച് കടക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം ജീവനായി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ കിടക്കുന്ന രോഗങ്ങൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ അത് പൂർണ്ണമായി ഈ മൺകൂടാരത്തിൽ നിന്നും മാറിപ്പോയി. ജീവന്റെ തുടുപ്പിന്റെ ശക്തി സകലുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യും. നിങ്ങളും അവരോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ലോകത്തിൽ ജീവിക്കുവാനുള്ള ഈ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണം.
ദൈവ പൈതലാണോ? ക്രിസ്തുവിനുള്ള ജീവൻ വേണം. ദൈവ പൈതലാണോ? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കുന്നു. വചനം ഭക്ഷിക്കുന്നവനായി തീരണം. ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിലാക്കിയവരായി തീരണം. ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ വരുമ്പോൾ അപ്പത്തിനായി ഇരക്കേണ്ടി വരത്തില്ല. ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. ആഗ്രഹങ്ങൾ ഉള്ളിൽ സംഗ്രഹിച്ചാൽ മതി. ആഗ്രഹങ്ങളുടെ മേൽ പ്രവർത്തിച്ച് ആഗ്രഹങ്ങൾ നമ്മുടെ ഭവനത്തിനകത്ത് കയറി വരും. അത് കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ സർവശക്തനായ ദൈവം കൃപ തരും. ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ക്രിസ്തുവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യം കൂടി വായിക്കാം. നിങ്ങൾ അല്പനേരത്തേക്ക് അഴിഞ്ഞു പോകുന്നതും ഈ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറി വന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും ദേഹത്തിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അതിനാൽ നിങ്ങൾ അല്പനേരത്തേക്കുള്ള നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ ജീവൻ ഒന്ന് ഉള്ളിലേക്ക് കടന്നു വരുമ്പോ ലോകത്തിന്റെ ജീവനാൽ തളർന്നു പോയ കൈ ആണെങ്കിലും ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ വരുമ്പോൾ തളർന്നത് പുതുജീവൻ പ്രാപിക്കും. അങ്ങനെ ആനന്ദമുണ്ടായിത്തീരും. സ്തോത്രം. അതിനാൽ നിങ്ങൾ അല്പനേരത്തേക്കുള്ള നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതുണ്ട്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. പ്രത്യക്ഷത, വിശ്വാസം, ഉറപ്പ്, ധൈര്യം, ക്രിസ്തുവിലുള്ള ജീവന്റെ പുതുക്കം, ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ, ഈ മൺകൂടാരത്തിന് മേൽ വരുന്നുവെങ്കിൽ ഒരു പിശാചിന് നമ്മളെ പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ഒരു പിശാചും നമ്മുടെ വഴികളെ അടച്ചു കളയത്തില്ല. ഒരു രോഗവും നമ്മുടെ അകത്ത് കടക്കുവാൻ അനുവദിക്കത്തില്ല. ഒരു ശാപവും കടന്നു വരത്തില്ല. എന്തുകൊണ്ടെന്നാൽ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസം, അത് പരിശോധനയാൽ അവൻ പരിശോധിച്ചിരിക്കുക. അത് വിലയേറിയതാ. പൊന്നിനേക്കാൾ വിലയേറിയതാ. ഈ ലോകത്തിന്റെ സകല സമ്പത്തിനേക്കാളും എന്റെ യേശുവിനോടുകൂടി വസിക്കുന്നത് എനിക്ക് ഏറ്റവും ആനന്ദമെന്ന് വിശ്വസിക്കുമ്പോ തേജസ്സിന്റെ നിത്യഘനം നമ്മളിൽ വെളിപ്പെടും. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം നിത്യം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ പറയുന്നു, മായ സകലതും മായ. ഈ കാണുന്നതെല്ലാം മായ. ഇന്ന് കാണുന്നതിനെ നാളെ കാണുന്നില്ല. ഇന്ന് വിരിയുന്ന പൂ വൈകുന്നേരമാകുമ്പോൾ വാടിപ്പോകുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവഭക്തനോ കർത്താവിന്റെ ജീവൻ അവന്റെ മേൽ പകർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവൻ 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 ജീവന്റെ നിലനിൽപ്പ് അവനിൽ പകർന്നുകൊണ്ടേയിരിക്കുന്നു. ശക്തി അവന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. സകല രോഗത്തെയും ത്യജിച്ചു കളയുവാനുള്ള ശക്തി,
സകല ശാപത്തെയും ഉടച്ചു കളയുവാനുള്ള ശക്തി, സകല ബലഹീനതകളെ പൊട്ടിച്ചു കളയുവാനുള്ള ശക്തി. ഓ റിബരാരക ബൗഡൽ ഘടക, ഓ ദുഃഖത്തിന്റെ ആഴക്കടലിൽ നിന്നും ദൈവശക്തിയെ പൊങ്ങി വരുവാനുള്ള ശക്തി പകർന്നു തരുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിന്റെ ജീവൻ ഉള്ളിലുള്ളവൻ അവൻ അന്ധകാരത്തിനിടയിൽ കടന്നുപോയാലും കൂരിരുട്ടിനിടയിൽ കടന്നുപോയാലും വെട്ടി പ്രകാശിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. എന്താണെന്നറിയാമോ? ജീവൻ തന്നവന്റെ ജീവൻ ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവമക്കള് ശോഭിക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ശോഭിക്കാൻ പോകുന്നുവെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ നിന്ദതകൾ മാറിപ്പോയെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ ബലഹീനതകൾ മാറിപ്പോയെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ കർത്താവിന്റെ ജീവൻ എന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ രോഗം മാറിപ്പോകുമെന്ന്? അവിടെ മേൽ ജീവന്റെ ശക്തി അയക്കുന്നവൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ വചനങ്ങളാ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.